നമസ്തേ. ഇത് ചാപ്റ്റർ 11. ചാപ്റ്റർ 11 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു സോഷ്യൽ ചേഞ്ച് ഇൻ റൂറൽ സൊസൈറ്റി ആൻഡ് അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സാമൂഹിക മാറ്റം ഗ്രാമീണ മേഖലകളിലും നഗരങ്ങളിലും എന്നുള്ളൊരു ചാപ്റ്റർ, ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു. അതിനകത്ത് നമ്മൾ ബന്ധിത സമുദായം എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ, നല്ല രസകരമായ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിനകത്ത് നമ്മൾ ഗ്രാമീണ മാറ്റങ്ങളെക്കുറിച്ച് ആ ഒരു ചാപ്റ്ററിൽ ഉള്ളൊരു ഭാഗമായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പോൾ ഈ വർഷം നമ്മൾ ചാപ്റ്റർ 11 ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും 12 നഗരങ്ങളിലെ മാറ്റവും എന്ന് പറഞ്ഞ് 2 ചാപ്റ്ററുകളാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായല്ലോ? അവിടെ നമ്മൾ ഒരു ചാപ്റ്ററിനകത്ത് സാമൂഹിക മാറ്റത്തിനെ കുറിച്ചും അതുപോലെ തന്നെ മാറ്റം ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെ, നഗരപ്രദേശങ്ങളിൽ എങ്ങനെ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഒരു ചാപ്റ്ററിനകത്തായിരുന്നു പഠിച്ചിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ അതിനകത്തുള്ള സാംസ്കാരിക മാറ്റം അഥവാ കൾച്ചറൽ ചേഞ്ച് ഒരു ചാപ്റ്റർ പഠിച്ചു, സ്ട്രക്ചറൽ ചേഞ്ച് ഒരു ചാപ്റ്റർ പഠിച്ചു അല്ലേ, ഘടനാപരമായ മാറ്റം ഒരു ചാപ്റ്റർ പഠിച്ചു. ഇനി നമ്മൾ ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും ഒരു ചാപ്റ്ററായിട്ട് പഠിക്കുകയാണ് ഇവിടെ. മനസ്സിലായില്ലേ? ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ റൂറൽ സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തുള്ള ഈ ഒരു പേജ് കാണുന്നില്ലേ, ഈ ഒരു പേജ് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഈ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ളതും 1 മാർക്കിന് ഒക്കെയുള്ള കാര്യങ്ങളെ ഇവിടെ ചോദിക്കാറുള്ളൂ. അപ്പൊ ഇതൊരു എസ്സേ എഴുതുമ്പോൾ ഇതിനെ അങ്ങോട്ട് ഉൾപ്പെടുത്തണമെന്ന് ഇല്ല. ഈ ഭാഗത്തു നിന്ന് അങ്ങനെ വലിയൊരു ചോദ്യം, ഒരു 4 മാർക്കിനായാലും ഒക്കെ ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും. 1 മാർക്കിനൊക്കെ ഉള്ള ചോദ്യങ്ങളായിരിക്കാം ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇന്ത്യൻ സമൂഹം ഒരു ഗ്രാമീണ സമൂഹമാണ്, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പണ്ട് നമ്മൾ ഒരു 80കളിലും 90കളിലും ഒക്കെ പറയും ഇന്ത്യൻ സമൂഹത്തിന്റെ 70%-ലധികം ആളുകളും ജീവിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് നടന്ന സെൻസസ്, അതായത് 2011 കാനേഷുമാരി നോക്കിയപ്പോൾ, സെൻസസിന്റെ മലയാളം ടേം ആണ്, NCERTയുടെ ബുക്കിലും സെർട്ടിന്റെ ബുക്കിൽ, അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പുസ്തകത്തിൽ ഇപ്പോൾ കാനേഷുമാരി എന്നാണ് സെൻസസിന് മലയാളം കിടക്കുന്നത്. അപ്പോൾ 2011 സെൻസസ് പ്രകാരം 63% താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് എന്നാണ്. അപ്പൊ ഇത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. 63% ഇന്ത്യയിലെ ജനസംഖ്യയും താമസിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 63% താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. അപ്പൊ അത് ഓർത്തു വെക്കണം. പിന്നെ ഈ ഗ്രാമീണരുടെ പ്രധാന ഉൽപാദന വിഭവം എന്ന് പറയുന്നത്, അതായത് അവർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൃഷിഭൂമിയും കൃഷിയുമാണ്. ഗ്രാമീണരുടെ പ്രധാന ഉൽപാദന വിഷയം എന്ന് പറയുന്നത് കൃഷിയാണെന്ന് പറയാം, അല്ലെങ്കിൽ കൃഷിഭൂമി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഗ്രാമീണരുടെ എല്ലാ ആഘോഷങ്ങൾക്കും, അവരുടെ ഫെസ്റ്റിവൽസിന്, അവരുടെ കൾച്ചറൽ സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സാംസ്കാരിക ആചാരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട വിളവെടുപ്പുമായും ബന്ധമുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് തമിഴ്നാട്ടിലെ പൊങ്കൽ എന്ന് പറയുന്നത് അവിടുത്തെ വിളവെടുപ്പുമായിട്ട് അതിനോട് ചേർന്നുള്ള വിളവെടുപ്പ് സമയത്തുള്ള ഒരു ആഘോഷമാണ്. കാരണം അവർ കൃഷി ചെയ്തു, അതിൽ നിന്ന് ലാഭം കിട്ടി, ആ ലാഭത്തിന് ഒരു സന്തോഷം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ധാന്യങ്ങളൊക്കെ കണ്ടപ്പോഴുള്ള സന്തോഷം കാണിക്കാനായിട്ടാണ് ആ പൊങ്കൽ എന്ന് പറയുന്ന ഒരു ആഘോഷം അവർ നടത്തുന്നത്. ആസാം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബിഹു എന്ന് പറയുന്ന ഒരു ആഘോഷവും, പഞ്ചാബിലെ വൈശാഖി, കർണാടകയിലെ ഉഗാദി എന്നും ചില പുസ്തകങ്ങളിൽ കിടപ്പുണ്ട്, ഡായ്ക്ക് പകരം ഉഗാദി, കേരളത്തിലെ ഓണം എന്നിവയെല്ലാം തന്നെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൃഷിയുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും സാംസ്കാരിക ആചാരങ്ങളുമാണ്. അപ്പൊ ഗ്രാമീണ സമൂഹങ്ങളിലെ ആഘോഷങ്ങളും സാംസ്കാരിക ആചാരങ്ങൾക്കും എന്തുമായി ബന്ധമുണ്ട്? അവരുടെ വിളവെടുപ്പുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അറിയാം നമുക്ക് അവര് കൃഷിയുമായി വളരെ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ജനങ്ങളാണ് എന്ന്. ഇനി അപ്പൊ അതുകൊണ്ട് കൃഷിയും സംസ്കാരവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നമ്മൾ പറയുന്നു. അത് ചിലപ്പോൾ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദിക്കുക. ഇതെല്ലാം പഠിച്ചു വയ്ക്കുക, ഈ ആഘോഷങ്ങളൊക്കെ. ഇനി അടുത്തത്, ഗ്രാമത്തിലെ ആൾക്കാർ ഈ കൃഷി കൂടാതെ മറ്റ് നിരവധി പണികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മരപ്പണി ചെയ്യുന്നവരെ കാണാം, നെയ്ത്ത് പണി ചെയ്യുന്നവരെ കാണാം, ഇരുമ്പ് പണി ചെയ്യുന്നവരെ കാണാം, സ്വർണ്ണപ്പണി ചെയ്യുന്നവരെ കാണാം, മൺപാത്ര നിർമ്മാണം നടത്തുന്നവര്,
ചുമടുകൾ എടുക്കുന്നത്, മൺപാത്രത്തിന് ആയിട്ടോ അല്ലെങ്കിൽ കട്ടകൾ നിർമ്മാണ ശാലകളിലൊക്കെ ചുമടെടുക്കുന്നവർ, അങ്ങനെ നിരവധി പണികൾ ചെയ്യുന്നവരെയും കരകൗശല വിദഗ്ധന്മാരെയും നമുക്ക് ഗ്രാമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. കൃഷിപ്പണി കൂടാതെ മറ്റു പണികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അതൊന്നും അങ്ങനെ ഒരു രീതിയിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇനി ഗ്രാമങ്ങളിൽ ചില സവിശേഷ സേവനങ്ങൾ നൽകുന്നവരുമുണ്ട്. ഇവരെ കൂടാതെ തന്നെ നമുക്ക് കഥാ പ്രസംഗം നടത്തുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ജ്യോതിഷികളുണ്ട്, പുരോഹിതന്മാരെ കാണാം, എണ്ണയാട്ടുന്നവരെ കാണാം. എണ്ണയാട്ടുകാരെന്ന് പറയുമ്പോൾ അവരുടെ ജോലി പല സ്ഥലങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്കുള്ള വിത്തുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വിത്തുകളെ അമർത്തി എണ്ണ എടുക്കുക എന്നുള്ളതാണ്. ജലവിതരണക്കാര് ഒക്കെ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ 5ഉം 6ഉം ഗ്രാമപ്രദേശങ്ങളിലുള്ള കൃഷി അല്ലാത്ത മറ്റ് ജീവിത മാർഗങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഒരു ചിത്രമാണ് 5ഉം 6ഉം പറയുന്നത്. മനസ്സിലായല്ലോ? ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, 63% ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. ഇന്ത്യൻ സമൂഹം ഒരു ഡാഷ് സമൂഹമാണ്. 63% ഗ്രാമപ്രദേശങ്ങളിലായതുകൊണ്ട് നമ്മൾ മെജോറിറ്റി അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ സമൂഹം ഗ്രാമീണ സമൂഹം എന്ന് പറയുന്നത്. നാഗരികതയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് ഇപ്പോൾ ഗ്രാമീണ സമൂഹം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ ഈ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ എല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. ഇതൊരു ചെറിയൊരു ക്ലാസ് ആണ് കേട്ടോ, ഞാൻ ഒരുപാട് അങ്ങനെ എടുത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ജാതി അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകൾ ഗ്രാമീണ മേഖലയുടെ സവിശേഷതകളിൽ പെടുന്നു. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റു പണികളിൽ സ്വർണ്ണപ്പണി പറഞ്ഞു അല്ലെ, മൺപാത്രം ഉണ്ടാക്കുന്നത് അവർ പറഞ്ഞു, ഇരുമ്പ് പണി ചെയ്യുന്നവർ ഉണ്ടെന്ന് പറഞ്ഞു, അലക്ക് പണി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ഈ പണികളൊക്കെ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതലും കാണപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലുകളിൽ മിക്കവാറും ഉള്ളതും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഉദാഹരണം സ്വർണ്ണപ്പണി, അലക്ക് പണി, ഇരുമ്പ് പണി, മൺപാത്ര നിർമ്മാണം മുതലായവ. മനസ്സിലായില്ലേ? ഇന്ന് നിരവധി മാറ്റങ്ങൾ ഗ്രാമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗ്രാമത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ധാരാളം ഗ്രാമവാസികൾ വിദ്യാഭ്യാസം, തപാല്, റെയിൽവേ, സൈന്യം, ഫാക്ടറി തുടങ്ങിയ ഗവൺമെന്റ് മേഖലകളിലും ഇന്ന് പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗ്രാമത്തിനെ കുറിച്ചുള്ള ആകെയുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്നും അങ്ങനെ ചോദ്യം വരുവാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. പക്ഷെ എങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക, ഒരു ചോദ്യം വന്നാൽ എടുത്തെഴുതാൻ പാകത്തിന്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നു. 11.1 കാർഷിക ഘടന അഥവാ അഗ്രോറിയൻ സ്ട്രക്ചർ എന്ന് പറയും. ഈ അഗ്രോറിയൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ജാതിയും വർഗവും, വർഗം എന്ന് പറയുമ്പോൾ പണക്കാരൻ പാവപ്പെട്ടവൻ, ഗ്രാമത്തിലെ ജാതിയും വർഗത്തെയും കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഗ്രാമത്തിന്റെ അഗ്രോറിയൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്, കാർഷിക ഘടന എന്ന് പറയുന്നത്. ഇനി എസ് എ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു എസ് എ ചോദിച്ചാൽ ഞാൻ ഈ പച്ച ടിക്കിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാത്രം എഴുതുക, ബാക്കി അല്ലാത്തത് ചെറിയ മാർക്കിന് ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചോദ്യത്തിന്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് അത് ഉൾപ്പെടുത്തണോ വേണ്ടേ എന്നൊക്കെ ചിന്തിക്കാം. കൃഷിഭൂമി ജനങ്ങൾക്കിടയിൽ തുല്യമായി വിതരണം ചെയ്തിട്ടില്ല. അതായത് ജനങ്ങൾക്ക് കൃഷി വിതരണം ചെയ്തിരിക്കുന്നത് തുല്യമായിട്ടല്ല. അത് പരമ്പരാഗതമൊക്കെ ആയിട്ടായിരിക്കാം ഈ കൃഷിഭൂമിയുടെ വിതരണമൊക്കെ നടക്കുന്നത്. അപ്പൊ കൃഷിഭൂമി ജനങ്ങൾക്കിടയിൽ തുല്യമായല്ല വിതരണം ചെയ്തിരിക്കുന്നത്. കൃഷിഭൂമി ഭൂരിഭാഗവും സമ്പന്നരുടെ കൈവശമാണ്. മറ്റുള്ളവർ ഗ്രാമപ്രദേശങ്ങളിൽ എന്താണ്, ദരിദ്രരാണ്. അപ്പോൾ അവിടുത്തെ വർഗത്തിന്റെ ഒരു രീതിയാണ് നമ്മൾ പറയുന്നത്. പണക്കാരുടെ കയ്യിൽ ഒരുപാട് കൃഷിഭൂമിയും പാവപ്പെട്ടവരുടെ കയ്യിൽ ഭൂമിയില്ല, അവര് ദരിദ്രരാണ് എന്നതാണ് ഒന്നാമത്തെ സെന്റൻസ്. ഇനി രണ്ടാമത്തത്, സ്ത്രീകൾക്ക് ഉടമസ്ഥാവകാശം നൽകുന്നില്ല. സ്ത്രീകൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഒന്നും ഗ്രാമപ്രദേശങ്ങളിൽ നൽകുന്നില്ല. സ്വന്തമായി സ്ത്രീകൾക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം ഇല്ല. പക്ഷെ അവിടെ ഈ എന്താ പറയാ, നമ്മുടെ പിതൃ മേധാവിത്വ കുടുംബങ്ങള് അല്ലെങ്കിൽ പിതൃദായ കുടുംബ രീതിയും പിന്തുടർച്ച അവകാശ രീതിയുമാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ഉടമസ്ഥ അവകാശം നൽകാതിരിക്കുന്നതിന് കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുന്നത് പുരുഷന്മാരിലൂടെയാണ് പിതൃദായ കുടുംബങ്ങളിൽ. ശരിക്കും പിതൃദായ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് കുടുംബസ്വത്തിൽ തുല്യ അവകാശം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ സ്ത്രീകൾക്ക് വസ്തുവിന് ഉടമസ്ഥ അവകാശം ഉണ്ടായിരുന്നില്ല.
ഇനി കൃഷിഭൂമിയുടെ ഘടനയെ അല്ലെങ്കിൽ വിതരണത്തെ സൂചിപ്പിക്കുന്ന പദമാണ് കാർഷിക ഘടന എന്ന് പറയുന്നത്. കൃഷിഭൂമിയുടെ ഘടനയെ പറയുന്ന ടേമാണ് എന്ത്? കാർഷിക ഘടന എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ കാർഷിക ഘടന ഒരു വർഗഘടന രൂപപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ഭൂമിയുടെ ഘടനകൾ, കൃഷിഭൂമിയുടെ ഘടന എന്ത് രൂപപ്പെടുത്തുന്നു? ഒരു വർഗഘടനയെ രൂപപ്പെടുത്തുന്നു. അതായത് ചിലര് ഭയങ്കര സമ്പത്തുള്ളവരും മറ്റു ചിലര് ഒരു മീഡിയം ആൾക്കാരായിട്ടും ചിലര് തീരെ ദരിദ്രരായിട്ടും എന്തു മാറ്റുന്നു? ഇന്ത്യയിലെ ഈ കൃഷിഭൂമിയുടെ വിതരണം ഒരു വലിയ വർഗഘടനയെ രൂപപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കൃഷിഭൂമിയുടെ വിതരണത്തിന് എന്തുമായി ബന്ധമുണ്ട്? വർഗവുമായി ബന്ധമുണ്ട്, വർഗ രൂപീകരണവുമായി ബന്ധമുണ്ട്. ഇനി കാർഷിക ഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റ് കിടക്കുന്ന കാര്യങ്ങൾ ഞാൻ ചുരുക്കി ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒന്ന്, വലിയ ഭൂവുടമകൾ, ഇടത്തരം ഭൂവുടമകൾ, അവർ സമ്പന്നരാണ്. രണ്ടാമത്തത് ദിവസക്കൂലിക്ക് കൃഷിപ്പണി ചെയ്യുന്നവർ, അവരുടെ കയ്യിൽ ഭൂമി സ്വന്തമായി ഇല്ല, മറ്റാരുടെയെങ്കിലും സ്ഥലത്ത് പോയി ജോലി ചെയ്ത് കൃഷി ചെയ്ത് കൃഷിപ്പണി ആയിരിക്കും ചെയ്യുന്നത്, അന്നന്ന് അവർ കൂലി കൊടുക്കുന്നതും കൊണ്ടുവരുന്നവർ, അവർ ദരിദ്രരായിരിക്കും. ഓക്കെ. മൂന്ന്, കുടിയാന്മാര് എന്ന് പറഞ്ഞാൽ ഭൂ ഉടമകളുടെ ഭൂമി ഈ കുടിയാന്മാര് പാട്ടത്തിനെടുത്ത് അവിടെ താമസിച്ച് അവിടെ കൃഷി ചെയ്യുന്നു. അവര് തീരെ ദരിദ്രരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അവരും പാവപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യയിലെ കാർഷിക ഘടന ഒരു വർഗ ഘടനയെ രൂപപ്പെടുത്തുന്നു. വർഗഘടന എന്ന് പറയാൻ കാരണം ഇവിടെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലേ. ഒരു കൂട്ടര് ഭയങ്കര പണക്കാര്, ഒരു കൂട്ടർക്ക് സ്വന്തമായി ഭൂമിയില്ല, അന്നന്ന് പണിയെടുക്കുന്നു, മറ്റവര് ഭൂ ഉടമകളുടെ ഭൂമി പാട്ടത്തിനെടുത്ത് മറ്റാൾക്കാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ കാർഷിക ഘടനയുടെ ഒരു കിടപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതാണ് കാർഷിക ഘടനയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത പേജ്, ഗ്രാമപ്രദേശങ്ങളിൽ ജാതി വർഗ ബന്ധം സങ്കീർണമാണ്. ജാതിക്ക് വർഗവുമായി ബന്ധമുണ്ട്. അതായത് ഉയർന്ന ജാതികൾ സമ്പന്നരെന്നാണ് പറയുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ജാതി വർഗ ബന്ധം സങ്കീർണമാണ്. ഇവിടെ പച്ച ടിക്ക് ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് എസ് എഴുതുമ്പോൾ എഴുതാം. ഉയർന്ന ജാതികൾക്ക് കൂടുതൽ ഭൂമിയും വരുമാനവും ഉണ്ട് എന്ന ഒരു ധാരണയും ഉണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ എന്നാൽ ശരിയല്ല. ഉയർന്ന ജാതികൾക്ക് ഭൂമിയും വരുമാനവും ഉണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണരെ നമുക്ക് ഭൂവുടമകളല്ലാത്ത ബ്രാഹ്മണന്മാരെ കാണാൻ സാധിക്കും. ബ്രാഹ്മണര് ഭൂ ഉടമകളല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും താഴ്ന്ന ജാതിക്കാര് കരുത്തുറ്റ ഭൂ ഉടമകളായി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉയർന്ന ജാതികൾക്ക് കൂടുതൽ ഭൂമിയും വരുമാനവും എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊന്നും ശരിയല്ല. ബ്രാഹ്മണര് ഭൂ ഉടമകളല്ലാത്തവരുമുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ താഴ്ന്ന ജാതിക്കാര് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഉയർന്ന് കരുത്തുറ്റ ഭൂ ഉടമകളായിട്ടുള്ളവരുമുണ്ട്. അവര് ജാതിയിൽ താഴ്ന്നവരാണ്. അവരെയാണ് നമ്മൾ MN ശ്രീനിവാസൻ പ്രബല ജാതികൾ എന്ന് വിളിച്ചത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലേ ആരാണ് പ്രബല ജാതികളെന്ന്. പ്രബല ജാതികൾ എന്നാൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഉയർന്നു നിൽക്കുന്ന വിഭാഗങ്ങൾ ആണ്. എന്ത്? സംഖ്യാബലവും അവർക്കുണ്ട്, ആണ് പ്രബല ജാതികൾ. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ ജാതി വർഗ ബന്ധം ഉണ്ട്, പക്ഷേ ഉയർന്ന ജാതികൾക്ക് കൂടുതൽ ഭൂമിയും വരുമാനവും ഉണ്ട് എന്ന ധാരണ എല്ലാ സ്ഥലങ്ങളിലും ശരിയല്ല. അതിന് തെളിവായിട്ട് നമ്മൾ ബ്രാഹ്മണരുടെ കാര്യം പറയുന്നു, അതുപോലെ പ്രബല ജാതികളുടെ കാര്യവും എടുത്ത് പറയുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കുറച്ച് പ്രബല ജാതികളുടെ ഉദാഹരണം, ഇത് സാധാരണ ചോദിക്കുന്നതാണ്. പ്രബല ജാതികൾക്ക് ഉദാഹരണം, ഉത്തർപ്രദേശിലെ ഇത്തരത്തിലുള്ള, അതായത് ഭയങ്കര സാമ്പത്തിക ശേഷിയും രാഷ്ട്രീയ ശേഷിയും ഭൂ ഉടമസ്ഥാവകാശവും ഒക്കെയുള്ള ഉയർന്ന ഒരു വിഭാഗം, സാമ്പത്തികമായി ഉയർന്ന ഒരു കൂട്ടരാണ് ഉത്തർപ്രദേശിലെ ജാട്ടുകൾ, രജപുത്രർ, കർണാടകയിലെ വൊക്കലിംഗർ, ലിംഗായത്ത്, ആന്ധ്രയിലെ കമ്മന്മാർ, റെഡ്ഡികൾ, കമ്മന്മാരും റെഡ്ഡികളും രണ്ട് കൂട്ടരാണ്, പഞ്ചാബിലെ ജാട്ട് സിഖുകൾ. ഇത്രയും ആൾക്കാര് ആരാണ്? പ്രബല ജാതികളാണ്. അപ്പൊ പ്രബല ജാതിക്ക് ഉദാഹരണമൊക്കെ ചോദിക്കാം. പ്രബല ജാതികൾക്ക് ഉദാഹരണവും അതുപോലെ അവരുടെ സ്ഥലം എടുത്തിട്ട് അവർ എവിടത്തുകാരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കാം. ഒരു സ്ഥലത്ത് പ്രബല ജാതി, സെന്ററിൽ കർണാടകം, ഇപ്പുറത്ത് വൊക്കലിംഗർ, പിന്നെ ഉത്തർപ്രദേശ് ജാട്ടുകള്, പ്രബല ജാതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ?
ഇനി അടുത്തതും പച്ച ടിക്കുണ്ട്. അപ്പൊ എസ് എഴുതുമ്പം ഇതിനെ ആഡ് ചെയ്യാം. പ്രബല ജാതികൾ ഇടത്തരം അല്ലെങ്കിൽ ഉയർന്ന ജാതികളാണ്. പ്രബല ജാതികൾ എന്ന് പറയുന്നത് ഇടത്തരം അല്ലെങ്കിൽ ഉയർന്ന ജാതികൾ ആണ്. ഭൂമിയില്ലാത്തവർ, പാവപ്പെട്ട കർഷകർ താഴ്ന്ന ജാതികളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഭൂമിയില്ലാത്തവരോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ ആയിട്ടുള്ള കർഷകർ ഇന്ന് ഉണ്ടെങ്കിൽ അവരെ എന്താണ്, താഴ്ന്ന ജാതികളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. പ്രബല ജാതികളിൽ ഇടത്തരക്കാരാണ്, ഉയർന്ന ജാതികളും ഉണ്ട് പ്രബല ജാതികളിൽ. എന്നാൽ ഭൂമിയില്ലാത്തവരായിട്ടും പാവപ്പെട്ടവരായിട്ടും നമ്മൾ കാണപ്പെടുന്നതിൽ കൂടുതലും ഏത് ജാതിയിലാണ്, താഴ്ന്ന ജാതികളിലാണ് ഉള്ളത്. ഉദാഹരണത്തിന് പട്ടികജാതികളും മറ്റു പിന്നാക്ക ജാതികൾ. ഈ സ്റ്റേറ്റിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, ഗവൺമെന്റിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പിന്നാക്ക ജാതി എന്നാണ് കിടക്കുന്നത്. ഓക്കെ, ചില പുസ്തകങ്ങളിൽ പിന്നോക്ക ജാതികൾ എന്നും കിടക്കുന്നു. അപ്പൊ ശരിയായിട്ടുള്ളത് പിന്നാക്ക ജാതി എന്നാണ് സാറന്മാരൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ പട്ടികജാതികളും മറ്റു പിന്നാക്ക ജാതികൾ ആരാണ്? OBC-കൾ. SC-കളും അതുപോലെ തന്നെ OBC-കളുമാണ് എവിടെ? ഭൂമിയില്ലാത്ത പാവപ്പെട്ട കർഷകരായിട്ട് കൂടുതലായിട്ടും ഉള്ളത്. ദളിതര് പട്ടികജാതികളാണ്. ദളിതർ ഭൂവുടമകൾക്ക് വേണ്ടി കാർഷിക വേല ചെയ്യുന്ന തൊഴിൽ സേനയാണ് ഒരുപാട് സ്ഥലങ്ങളിലും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ ദളിതര് ഭൂ ഉടമകൾക്ക് വേണ്ടിയിട്ട് കൃഷിപ്പണി ചെയ്യുന്ന തൊഴിൽ സേനയാണ്. അതിവിടെ യെല്ലോ വെച്ച് വരച്ചിരിക്കുന്നത് ചിലപ്പോൾ അത് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനിയും തൊഴിലാളികൾ തങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ ശേഷിയുള്ള ജാതികളെ ഭൂ ഉടമസ്ഥ ജാതികൾ എന്ന് വിളിക്കുന്നു. ഇതും എസ് എഴുതുമ്പം ആഡ് ചെയ്യേണ്ട, പക്ഷെ 1 മാർക്കിനൊക്കെ ചോദിക്കാം. തൊഴിലാളികളെ തങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ ശേഷിയുള്ള ജാതികളെ ഭൂ ഉടമസ്ഥ ജാതികൾ എന്ന് പറയുന്നു. തൊഴിലാളികളെ കൊണ്ട്, അതായത് ദളിതരായ തൊഴിൽ സേനയുണ്ട്, ഈ തൊഴിലാളികളെ കൊണ്ട് തങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുവാൻ ശേഷിയുള്ള ജാതികളെയാണ് ഭൂ ഉടമസ്ഥ ജാതികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതൊക്കെ സാധാരണ ചെറിയ മാർക്കിന് ചോദിക്കാം. വടക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു രീതിയാണ് ബെഗാർ സമ്പ്രദായം എന്ന് പറയുന്നത്. ബെഗാർ ഇതെന്താന്ന് വെച്ചാൽ സൗജന്യ വേല ചെയ്തു കൊടുക്കണം. ആർക്ക്? ഭൂ ഉടമയ്ക്ക് താഴ്ന്ന ജാതികള് നിശ്ചിത ദിവസങ്ങൾ സൗജന്യമായി വേല ചെയ്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇത് ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. വടക്കേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ബെഗാർ സമ്പ്രദായം. എന്താണത്? താഴ്ന്ന ജാതികള് ഭൂ ഉടമകൾക്ക് നിശ്ചിത ദിവസങ്ങൾ, അവർ പറയും 1 വർഷത്തിൽ നിങ്ങൾ 50 ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ട് പണി ചെയ്തു തരണം. അങ്ങനെ സൗജന്യ വേല ചെയ്യുന്ന സമ്പ്രദായമാണ് എന്ത്? ബെഗാർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇത് അടിമ വേല പോലെയുള്ള ഒരു സമ്പ്രദായമാണ്. അവരതിനകത്ത് കുരുങ്ങിപ്പോയി. അപ്പോൾ അതാണ് എന്ത്? ബെഗാർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി കാർഷിക മേഖലയുമായി ചേർന്ന് ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള അടിമവേല നിലനിന്നിരുന്നു. എസ് എഴുതുമ്പം ഇത് എഴുതാം നമുക്ക്. കാർഷിക മേഖലയുമായി ചേർന്ന് ഗ്രാമങ്ങളിൽ അടിമവേല നിലനിന്നിരുന്നു. കടത്തിലാകുന്ന തൊഴിലാളികളെ ഭൂ ഉടമകൾ അടിമകളാക്കും. എന്നിട്ട് തലമുറകളായി ഈ കടബാധ്യത വീട്ടാനാകാതെ തൊഴിലാളികൾ അടിമകളായി തുടരുന്നു. അതായത് ഒരു തൊഴിലാളിക്ക് പൈസ ആവശ്യമുണ്ട്, ഭൂ ഉടമ കടം കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കുക, ഞാൻ പണി തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അങ്ങനെ നിരന്തരം പൈസ കൊടുത്ത് പണിയെടുപ്പിക്കുകയും അവരെ അടിമകളാക്കി വയ്ക്കുകയും ചെയ്യുന്നു. കാരണം അവർക്ക് എത്ര പണി ചെയ്താലും ഈ കടം വീട്ടാൻ പറ്റുന്നില്ല, അത്രത്തോളം പൈസ കൊടുക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ ഈ കടം വീട്ടാനാകാതെ ഇവര് പരമ്പരാഗതമായിട്ട് എന്തായി മാറും? അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവരുടെ അടിമകളായി, സ്ലേവുകളായി, തലമുറകളായി കടബാധ്യത വീട്ടാനാകാതെ ജീവിക്കേണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള വ്യവസ്ഥ ഗുജറാത്തിലും കർണാടകയിലുമൊക്കെ കാണപ്പെടുന്നു, ബീഹാറിലുമൊക്കെ കാണപ്പെടുന്നുണ്ട്. ഗുജറാത്തിൽ കാണുന്ന ഇത്തരത്തിലുള്ള അടിമവേലയ്ക്ക് പറയുന്ന പേരാണ് ഹൽപ്പതി വ്യവസ്ഥ. ഇമ്പോർട്ടൻ്റ് ആണ്. ബെഗാറും ചോദിക്കും, ഹൽപ്പതി വ്യവസ്ഥയും ചോദിക്കാം. അതേ വ്യവസ്ഥയ്ക്ക് ഈ രീതിയിൽ അടിമവേല ചെയ്യുന്ന ഭൂ ഉടമകൾ കടത്തിലാകുന്ന തൊഴിലാളികളെ അടിമകളാക്കി തലമുറകളായി പണിയെടുപ്പിക്കുന്ന രീതിയാണ് ഹൽപ്പാത്തി വ്യവസ്ഥ എന്ന് പറയുന്നത്. കർണാടകയിൽ ഇതിനെ നമ്മൾ ജീത വ്യവസ്ഥ എന്നും വിളിക്കുന്നു. കർണാടകയിൽ ഇതിനെ ജീത വ്യവസ്ഥയെന്നും ഗുജറാത്തിൽ ഇതിനെ ഹൽപ്പാത്തി വ്യവസ്ഥയെന്നും പറയുന്നു. ഇവിടെയും മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാം. വേണമെങ്കിൽ ഒരു സ്ഥലത്ത് കാർഷിക വർഗ വ്യവസ്ഥയെന്ന് ഇടാം,
ഹൽപ്പാത്തി വ്യവസ്ഥയെന്നിടാം, ഗുജറാത്ത് എന്നിടാം. അല്ലെങ്കിൽ അടിമവേലയെന്നിടാം, ഹൽപ്പാത്തി വ്യവസ്ഥയെന്നിടാം, ഗുജറാത്ത് എന്നിടാം. മനസ്സിലായല്ലോ? ഇനി ഈ ഒരു വ്യവസ്ഥ ആക്ച്വലി നിയമപരമായി നിരോധിച്ചു. വടക്കേ ബീഹാറിൽ ഭൂമിഹാർ എന്ന് പറയുന്ന ഒരു പ്രബല ജാതികൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള വ്യവസ്ഥിതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രബല ജാതികളാണ്. ഇത് ഒരു മാർക്കിന് ചോദിക്കാം. ഈ അൽപ്പാത്തി വ്യവസ്ഥയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നിയമപരമായിട്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും വടക്കൻ ബീഹാറില് ഭൂമിഹാർ എന്ന് പറയുന്ന ഒരു പ്രബല ജാതികള് ഇത്തരത്തിലുള്ള രീതികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് നിയമപരമായി നിരോധിച്ച ഇത്തരം സംവിധാനങ്ങൾ വടക്കൻ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നിയമപരമായി നിരോധിച്ചിട്ടുണ്ട്, പക്ഷെ വടക്കൻ ബീഹാറിൽ ഭൂമിഹാർ എന്ന് പറയുന്ന പ്രബല ജാതിക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഇത് എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നുണ്ട്. എന്ത്? ഹൽപ്പാത്തി വ്യവസ്ഥയും ജീത വ്യവസ്ഥയും പോലെയുള്ള സമ്പ്രദായങ്ങൾ. ഇത്രയുമാണ്. ഇനി അടുത്ത നമ്മൾ ലാൻഡ് റിഫോംസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞു. താങ്ക് യു.